3 ഇസ്മുകൾ കിട്ടുന്നതോ വമ്പൻ നേട്ടങ്ങൾ. ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള സകല ഷർറുകൾ, ബലാഉകൾ, സിഹറുകൾ എല്ലാം ബാത്തിലാകാൻ ഈ ഒരു ഇസ്മ ഇപ്രകാരം ചെയ്താൽ മതി എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരും. അതുപോലെ തന്നെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാനും ജനങ്ങൾക്കിടയിൽ വലിയ ബഹുമാനിതനായി തീരാനും ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ ഒരിക്കലും വിട്ടുകളയാതെ ഈ ഒരു വീഡിയോ പൂർണ്ണമായി കാണുക. ജീവിതത്തിൽ വെച്ചടി കയറ്റമുണ്ടാകാനും വലിയ റാഹത്തുണ്ടാകാനും ഒക്കെ ഉപകാരപ്പെടുന്ന, ജീവിതത്തിലെ പ്രശ്നങ്ങൾ നീങ്ങി കിട്ടാൻ ഉപകാരപ്പെടുന്ന മഹത്തായ ഒരു വീഡിയോയാണ് ഇന്നത്തെ വീഡിയോ. ഇൻഷാ അല്ലാഹ് മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ അപാകതകൾ, പാകപ്പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. എല്ലാവർക്കും റാഹത്താണ്, സന്തോഷമാണ്, സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. അള്ളാഹു അത്തരത്തിൽ റാഹത്തും സന്തോഷവും സുഖവും സമാധാനവുമുള്ള ജീവിതം എനിക്കും നിങ്ങൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞതുപോലെ 3 ഇസ്മുകളെ സംബന്ധിച്ച് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരും. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കേറ്റ ബലാഉകൾ, എടങ്ങേറുകൾ, അത് സിഹറുകളാകട്ടെ, കണ്ണേറുകളാകട്ടെ, മറ്റെന്ത് മുസീബത്തുകളുമായിക്കോട്ടെ, അത് നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകാൻ ഉപകാരപ്പെടുന്ന ഇസ്മുകൾ ഇതിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വെച്ചടി കയറ്റമുണ്ടാകാനും വലിയ ഉയർച്ച ഉണ്ടാകാനും കാരണമായി തീരുന്ന ഇസ്മ ഈ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ നമ്മൾ വലിയ സ്വീകാര്യനാകാനും അതുപോലെ തന്നെ ജനങ്ങൾ വിലമതിക്കുന്ന ഒരു വ്യക്തിത്വമായി മാറാനും ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്കുള്ളതും ഇന്നത്തെ വീഡിയോയിൽ ഇസ്മുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ഇതൊന്ന് പതിവാക്കാൻ ശ്രമിച്ചാൽ, അധികം എണ്ണമൊന്നും ചൊല്ലേണ്ട ആവശ്യമില്ല, കുറഞ്ഞ എണ്ണം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പതിവാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇസ്മുകൾ ചൊല്ലാൻ ഇപ്പോൾ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ. അസ്മാഉൽ ഹുസ്ന കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചോ എന്ന് റബ്ബ് തന്നെ പറഞ്ഞതാണ്. നമുക്ക് എന്ത് ആവശ്യവും റബ്ബിനോട് ചോദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല എളുപ്പമായൊരു വഴിയാണ് അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് ചോദിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടി തരും, ഇജാബത്ത് നൽകും എന്നത് ഉറപ്പാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏതൊക്കെയാണ് ആ ഇസ്മുകൾ എന്ന് കേട്ടാലോ. ആദ്യമായി നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ബലാഅകൾ, അത് സിഹർ പോലോത്ത അല്ലെങ്കിൽ കണ്ണേറ് പോലോത്ത മറ്റും എന്തെങ്കിലും മുസീബത്തുകളായിക്കോട്ടെ, അത് നീങ്ങിക്കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവർക്കുള്ള ഏറ്റവും നല്ലൊരു പരിഹാര മാർഗമാണ് വാഹിദ് അതുപോലെ തന്നെ ഖായിം എന്ന 2 ഇസ്മുകൾ. വാഹിദ്, ഖായിം. അൽ വാഹിദ്, അൽ ഖായിം. വാഹിദ് എന്ന് വെച്ചാൽ ഏകനായ അള്ളാഹു, ഖായിം എന്ന് വെച്ചാൽ സ്വന്തമായി നിലനിൽക്കുന്നവനായ അള്ളാഹു. അള്ളാഹു നിൽക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക എന്നല്ല അർത്ഥം, മറിച്ച് അള്ളാഹു സ്വന്തമായി നിലനിൽക്കുന്നവനാണ്, അള്ളാഹു എന്നെന്നും നിലനിൽക്കുന്നവനാണ്, അങ്ങനെ അർത്ഥം വെച്ചാൽ മതി. അപ്പോൾ ഈ അള്ളാഹുവിൻ്റെ 2 ഇസ്മുകളായ വാഹിദ് എന്ന ഇസ്മും ഖായിം എന്ന ഇസ്മും എങ്ങനെ എഴുതണം? കൂട്ടിക്കലർത്തിയ രൂപത്തിൽ എഴുതണം. ആരുടെ മേൽ? ഈ പ്രശ്നം ആർക്കാണോ ഉള്ളത്, ഇപ്പോൾ എനിക്കാണ് ബുദ്ധിമുട്ടുള്ളത് എങ്കിൽ, എനിക്കാണ് സിഹർ ബാധിച്ചത് എങ്കിൽ, അതായത് എനിക്കാണ് കണ്ണീർ ബാധിച്ചത് എങ്കിൽ, എൻ്റെ കൈവെള്ളയിൽ, അതായത് ആർക്കാണോ ഈ പ്രശ്നമുള്ളത് ആ ആളുടെ കൈവെള്ളയിൽ എഴുതണം. എങ്ങനെ എഴുതണം? ഈ വാഹിദ് എന്നതും ഖായിം എന്നതും കൂട്ടിക്കലർത്തിയ രൂപത്തിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. എഴുതേണ്ട രൂപം, മിക്സ് ചെയ്ത് എഴുതേണ്ട രൂപം കാണുന്നുണ്ടാവും. ഈ രൂപത്തിൽ കയ്യിലേക്ക് എഴുതുക, കൈ മടക്കുക. ആരെങ്കിലും ഒരാൾ ഇപ്രകാരം സ്ഥിരമായി ചെയ്യുന്നുണ്ട് എങ്കിൽ, സ്ഥിരമായി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക, അതിന് ഇന്ന സമയം എന്നൊന്നുമില്ല, എപ്പോഴാണോ ഓർമ്മ വരുന്നത് അപ്പോൾ എന്ത് ചെയ്യാം, ഇങ്ങനെ ഇപ്രകാരം എഴുതാം. ആരെങ്കിലും അങ്ങനെ ചെയ്താൽ, നിത്യമാക്കി ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയിലേക്ക് വന്ന സിഹറുകൾ, കണ്ണീറുകൾ, ഐനുകൾ തുടങ്ങിയ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ മുസീബാത്തുകൾ നീങ്ങിപ്പോകുന്നതാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സകല ഇടങ്ങേറുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇല്ലേ, വളരെ എളുപ്പമുള്ള ഒരു വഴിയാണിത്. ആരെങ്കിലും ഒരാൾ ഇങ്ങനെ പ്രശ്നം ബാധിച്ചാൽ ഇങ്ങനെ ചെയ്യുക എന്നുള്ളത്. ഇനി വൈദാ അറത്ത അൻ തകൂന മുക്രിമൻ ബൈനൻ നാസി, ജനങ്ങൾക്കിടയിൽ ബഹുമാനമുള്ളവനായി തീരണം എന്ന് നിങ്ങൾ ഉദ്ദേശിച്ചാൽ, ആരെങ്കിലും ഒരാൾ ആഗ്രഹിക്കുകയാണെന്ത്, ജനങ്ങൾക്കിടയിൽ ഞാനൊരു ബഹുമാനമുള്ളവനായി തീരണം, ഒരു ബഹുമാനമുള്ളവളായി തീരണം, ആളുകൾ വിലമതിക്കുന്ന ആളാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ വ്യക്തിക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഇസ്മാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഫഖുൽ യാ അക്രം. അൽ അക്രമു എന്ന അള്ളാഹുവിൻ്റെ ഇസ്മ, യാ അക്രം അൽ അക്രമീൻ, അല്ലേ, നമ്മൾ കേൾക്കാറുണ്ട് അങ്ങനത്തെ ഒരു വാക്ക്. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട, അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മാണ്. ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യുക, ജനങ്ങൾക്കിടയിൽ വിലമതിക്കുന്നവനാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഫൽ യഖുൽ യാ അക്രം എന്ന ഇസ്മ അവൻ ചൊല്ലട്ടെ 261 തവണ. എത്ര തവണ? 261 തവണ യാ അക്രം എന്ന ഇസ്മ ആൾ ചൊല്ലിക്കൊള്ളട്ടെ എന്ന്. എപ്പോൾ? എല്ലാ ദിവസവും.
എല്ലാ ദിവസവും 261 തവണ യാ അക്രം എന്ന ഇസ്മ ഇല്ല എന്നുള്ളത് വലിയ പ്രയാസമാണ്. യാ അക്രമു 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 10 ഇപ്പം തന്നെ വളരെ എളുപ്പത്തിൽ ചൊല്ലി തീർക്കാൻ പറ്റും ഇസ്മുകളായതുകൊണ്ട്. ആരെങ്കിലും ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ വിലമതിക്കുന്നവനായി അവൻ മാറും, വലിയ ഉയർച്ച ഉള്ളവനായി മാറും. ഇനി അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മും കൂടെ ഞാൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. ആരെങ്കിലും ഒരാൾ അയാളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണമെന്നും ജീവിതത്തിൽ വലിയ ഖൈറ് ലഭിക്കണമെന്നും അതുപോലെ അയാൾക്ക് ദീർഘായുസ് ഉണ്ടാകണം, ഒരുപാട് കാലം ജീവിക്കാനുള്ള ആയുസ് അള്ളാഹുവിൻ്റെ ത്വാഅത്തിലായി ലഭിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഫൽയൽതസിം ബിഖൗലി യാ ബാഖി, അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അൽ ബാഖി എന്ന ഇസ്മ യാ ബാഖി എന്ന് 113 മറത്ത് 113 തവണ യൗമിയൻ എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലാം. യൗമിയൻ എന്ന് വെച്ചാൽ ദിവസം ഓരോ ദിവസവും 113 തവണ ചൊല്ലുക. വലി മുദ്ദത്തി 40 യൗമൻ, കുറഞ്ഞ പക്ഷം എത്ര ദിവസം അടുപ്പിച്ച് ചൊല്ലണം? 40 ദിവസം തുടർച്ചയായി ചൊല്ലുക. ആരെങ്കിലും ഒരാൾ ഇപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അള്ളാഹു വലിയ ഐശ്വര്യം നൽകുകയും ദീർഘായുസ് നൽകുകയും വലിയ ഉയർച്ച നൽകുകയും ചെയ്യുന്നതാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് 3 ഇസ്മുകൾ ഞാൻ പരിചയപ്പെടുത്തി. 3 അല്ല 4 ഇസ്മുകൾ പറഞ്ഞു. അതിൽ 2 ഇസ്മുകൾ ഒരേ അമലിനുള്ളതായതുകൊണ്ട് 3 കൂട്ടിയതാണ്. ഈ ഇസ്മുകൾ ആരെങ്കിലും ഒരാൾ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തീരാനും ഉയർച്ച ഉണ്ടാകാനും ബഹുമാനം ലഭിക്കാനും ആദരവ് കിട്ടാനും ഒക്കെ കാരണമായി തീരുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചെന്നതായി കാണാം. അള്ളാഹു നമ്മുടെ ജീവിതത്തിലും വലിയ ഉയർച്ച നൽകട്ടെ, വലിയ സന്തോഷം നൽകട്ടെ, പ്രയാസങ്ങൾ തീർത്തു തരട്ടെ. പല ആളുകളും പ്രശ്നപരിഹാരത്തിന് വേണ്ടി വിളിക്കാറുണ്ട്. വിളിക്കേണ്ട കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വാട്സപ്പിൽ ബന്ധപ്പെടുക, അല്ലെങ്കിൽ കോൾ ചെയ്യുന്നവരാണെങ്കിൽ ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ നമുക്ക് സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും പ്രയാസങ്ങൾ തീർത്തരട്ടെ. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഇതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ളവരിലേക്ക് നമ്മുടെ ചാനലുകൾ എത്തിച്ചു കൊടുക്കുക. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ, അറിവിൻ്റെ വീഡിയോകൾ, അതുപോലെ പ്രശ്നപരിഹാരങ്ങളുടെ വീഡിയോകളൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്താനൊക്കെ അത് ഉപകരിക്കും ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം. അതുപോലെ നിങ്ങളുടെ ദുആ വസിയത്തുകൾ രേഖപ്പെടുത്താം ഇൻഷാ അല്ലാഹ്. നമ്മുടെ മജ്‌ലിസുകളിലൊക്കെ ഇൻഷാ അല്ലാഹ് ദുആ ഇറക്കാം. അല്ലാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർത്തരട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.